യെസ്, അപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങുന്നു. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. യെസ്, ഒരുപാട് വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ഉണ്ട്. എന്നും പതിപോലെ പറയുന്നത് പോലെ ഇന്ന് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ നമ്മൾ കാത്തിരിക്കുന്നു. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് അടുത്ത ഒരു മണിക്കൂർ നേരം നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. യെസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയാം, നമുക്ക് ഇന്നത്തെ ഒരുപാട് വാർത്തകൾ വന്ന ദിവസമാണ്. അല്പസമയം മുൻപ് വരെ നമ്മൾ ഒരു വാർത്ത കണ്ടതാണ്. തിരുവനന്തപുരത്ത് സമാനതകളില്ലാത്ത രീതിയിൽ ഒരു രക്ഷാദൗത്യം നടക്കുന്നുണ്ട്. അതിൻ്റെ ഉൾപ്പെടെയുള്ള വാർത്തകൾ നമുക്ക് നോക്കാം. ആദ്യം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നോക്കാം ഹെഡ്ലൈൻസ്. അപ്പോൾ ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം തന്നെ നമ്മൾ കടക്കുന്നത്. തിരുവനന്തപുരത്തേക്കാണ്. അതെ, ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വാർത്തയിൽ തന്നെയാണ്. തിരുവനന്തപുരം മാമഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിക്കായുള്ള തെരച്ചിൽ രാത്രിയും ഊർജിതമായി നടക്കുകയാണ്. ഓവുചാൽ പരിശോധനയ്ക്ക് റോബോട്ടിക് സാങ്കേതിക വിദ്യ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഉപയോഗിക്കുന്നുമുണ്ട്. മാൻഹോൾ പരിശോധനയ്ക്ക് ടെക്നോ പാർക്കിലെ ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ യന്ത്രമനുഷ്യനെ എത്തിച്ചു. മാറായമുട്ടം സ്വദേശി ജോയിയെ കാണാതായിട്ട് 10 മണിക്കൂർ പിന്നിട്ടു. അലക്സ് റാം മുഹമ്മദും ഹരികൃഷ്ണനും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി സംഭവ സ്ഥലത്തും ചെയ്യുന്നുണ്ട്. ആദ്യം അലക്സിലേക്ക്. അലക്സ്, 11ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു ഈ രക്ഷാ ദൗത്യം. ഏറെ ശ്രമകരമായത് ഇപ്പോഴും തുടരുകയാണ്. എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും എന്താണ് ഒരു പ്രതീക്ഷ ഉള്ള വാർത്ത നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അത് ആ രീതിയിൽ തന്നെ തുടരുകയാണ്. നിലവിലെ സാഹചര്യം എന്താണ്? രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നത് എന്താണ്? പ്രജൻ, പ്രവിത, ഗുഡ് ഈവനിങ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞു നമ്മൾ. അതായത് രാവിലെ 10:30 മണിക്കാണ് ജോയ് ഉൾപ്പെടെ 4 പേർ ഈ ആമഴഞ്ചാൻ തോടിൻ്റെ ആ ഭാഗത്ത് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങുന്നത്. അവർ ആ ജോലിക്ക് ഇറങ്ങിയതിന് ശേഷം 12 മണിക്കൂറാകുന്നു. ജോയി ഇതിനുള്ളിൽ കാണാതായി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ട് 11ാം മണിക്കൂറാണ്. പ്രജിൻ, ഊർജിതമായ രക്ഷാപ്രവർത്തനം ഈ രാത്രിയും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കൂബ സംഘം ഒഴികെയുള്ള ബാക്കി എല്ലാ രക്ഷാപ്രവർത്തകരും, അത് ഫയർഫോഴ്സിൻ്റെ സേനാംഗങ്ങളുണ്ട്, അതുപോലെ ഈ ജെൻ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട അവരുടെ അധികൃതരുണ്ട്, DYFI പ്രവർത്തകരുണ്ട്, നഗരസഭയിലെ ശുചീകരണ ജീവനക്കാരുണ്ട്, നഗരസഭയുടെ അധികാരികളുണ്ട്, മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. അത്തരത്തിൽ വിവിധ വിഭാഗത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ളവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം. ഇതിൽ ഇവർക്ക് ഇപ്പോൾ ഈ തടസ്സം സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്ന പോലെ പ്രജൻ, ഇത് ട്രാക്കിലെ 3ാം ട്രാക്കിലെ മാൻഹോളാണ്. ആ മാൻഹോൾ തുറന്നുള്ള മാലിന്യം നീക്കം ചെയ്തതാണ് ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് നടപ്പിലാക്കുന്നത്. അതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ 4ാം ട്രാക്കിൽ കൊണ്ട് ട്രെയിനുകൾ പിടിക്കുന്നതാണ്. അവർക്ക് അത് സുഗമമായി ആ പ്രവൃത്തി ചെയ്യുന്നതിന് അത് വിഘാതം സൃഷ്ടിക്കുന്നു എന്ന് ആ പ്രവർത്തകർ പറയുന്നുണ്ട്, രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനൊരു ഹാൻഡുണ്ട്. അതായത് ഈ മെഷീനൊരു ഹാൻഡുണ്ട്, ഒരു കപ്പ് പോലുള്ള ഒരു ചെറിയ ഹാൻഡുണ്ട്. ഈ മെഷീൻ രൂപകൽപ്പന ചെയ്തത് തന്നെ ഇത് ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ സാധിക്കുന്ന മാൻഹോളുകൾക്ക് ഇറങ്ങി ഈ സാനിറ്റേഷൻ വേസ്റ്റ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ജെൻ റോബോട്ടിക്സ് ഇത് 3-4 വർഷം മുമ്പ് ഇത് രൂപകൽപ്പന ചെയ്യുന്നത്. ആ സംവിധാനം ഇവിടേക്ക് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ സ്കൂബ സംഘത്തിന് ഈ മേഖലയിലേക്ക്, അതായത് ഈ ആമഴഞ്ചാൻ തോട്ടിലെ റെയിൽവേ ട്രാക്കിനടിയിലൂടെ കടന്നു പോകുന്ന ഈ ടണലിലേക്ക് മനുഷ്യനിറങ്ങാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് മുഴുവൻ കഴുത്തറ്റം വരെ മാലിന്യം നിറഞ്ഞു കിടക്കുന്നു, മുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. അവിടെ പരമാവധി അവർക്ക് ചെയ്യാനാവുന്നത് അവർ ചെയ്തു. കാരണം ആ ആമഴഞ്ചാൻ തോടിൻ്റെ ആ പ്രധാനപ്പെട്ട ഭാഗത്ത്, ജോയി അവിടെ ഇറങ്ങിയ ഭാഗത്ത്, അവിടെ നിന്ന് 40 മീറ്റർ 2-3 പ്രാവശ്യമായി 40 മീറ്റർ സ്കൂബ സംഘം അവരുടെ എല്ലാ സംവിധാനവും സന്നാഹവും ഉപയോഗിച്ച് അകത്തേക്ക് പോയുള്ള പരിശോധന നടത്തി. കൂടുതൽ അകത്തേക്ക് പോകാൻ അവർക്ക് സാധിക്കാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ട്രാക്കുകളിൽ ഈ 3ാം ട്രാക്കിലുള്ള ഈ മാൻഹോൾ, അതിനപ്പുറം 5ാം ട്രാക്കിൽ മറ്റൊരു ഓപ്പണിംഗ് കൂടിയുണ്ട്. ആ ടണലിൻ്റെ ഓപ്പണിങ്ങിലും അവർ സമാനമായി പരിശോധന നടത്തി. ഏതാണ്ട് 15 മീറ്റർ ഈ സ്കൂബ സംഘം അതിനുള്ളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തി. കൂടുതൽ അവർക്ക് അകത്തേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കഴുത്തറ്റം വരെ മാലിന്യം അവിടെയുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ആകെ മൊത്തം വേസ്റ്റ് ഈ ടണലിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിശോക്തിയാവില്ല. കാരണം ഈ ടണൽ വൃത്തിയാക്കുന്നില്ല, അത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് റെയിൽവേക്കെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതുമായി ബന്ധപ്പെട്ട തർക്കം റെയിൽവേയും നഗരസഭയുമായി നിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ മാലിന്യം
ഇവിടെ നിന്ന് ഇവർ ഈ ഹാൻഡ്, അതായത് റോബോട്ടിനെ സുഗമമായി നീക്കം ചെയ്താൽ ആ ഒഴുക്ക് സുഗമമാകുമെന്ന് അവർ കരുതിയിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നില്ല. അതിന് പകരം ഇപ്പോൾ അവർ ചെയ്യുന്നത് ആ വലിയ തോട്ടി ഉപയോഗിച്ച് ആ വേസ്റ്റ് അതിനകത്ത് നിന്ന് കോരി ഇതിന്റെ ഹാൻഡ്, അതായത് റോബോട്ടിന്റെ ഹാൻഡ് എത്തുന്ന സ്ഥലത്തേക്ക് അത് കൊണ്ടുവന്ന് അവിടെ നിന്ന് റോബോട്ടിന്റെ ഹാൻഡ് ഉപയോഗിച്ച് ആ മാലിന്യം പുറത്തേക്ക് നീക്കുന്ന നടപടിയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഇതിനുശേഷം അടുത്തൊരു സ്റ്റെപ്പ് കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അത് നൈറ്റ് വിഷൻ ക്യാമറ ഇതിനുള്ളിലേക്ക് ഇറക്കി ഇവിടെ എന്താണ് ബ്ലോക്ക്, എന്താണ് തടസ്സം, എന്താണ് വിഘാതം സൃഷ്ടിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ്. പ്രധാനമായി ഈ രക്ഷാപ്രവർത്തകർ കരുതുന്നത് ജോയി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ജീവന്റെ തുടിപ്പുകളുണ്ട്, അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കും എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ 10-ാം മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം പ്രതീക്ഷയിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇനി ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, NDRF സംഘം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പ്രവർത്തനം അത് ഏത് രീതിയിലാണ്? അവർ കൂടി എത്തുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഈ തിരച്ചിൽ? പ്രവിത പ്രജൻ, NDRF സംഘം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇന്ന് 11-ാം മണിക്കൂറിലേക്ക് രക്ഷാദൗത്യം നീളുമ്പോൾ ഈ മനുഷ്യസാധ്യമായതെല്ലാം ഇവിടെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് തന്നെ വേണം പറയാൻ. അതായത് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ ഏതാണ്ട് 250 മീറ്ററാണ് ഈ ആമയിഴഞ്ചൻ തോടിന്റെ നീളം എന്ന് പറയുന്നത്. അത് ഈ ജോയിയെ കാണാതായ പ്രധാനപ്പെട്ട പ്രവേശന മുഖത്തു നിന്നും ഈ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോളിലേക്ക് വരെ അതിന്റെ പ്രവേശന മുഖത്ത്, അതായത് ഈ ആമയിഴഞ്ചൻ തോടിന്റെ പ്രവേശന മുഖത്തും 5-ാം നമ്പറിന്റെ പ്ലാറ്റ്ഫോമിലും തിരച്ചിൽ നടത്തി. അത് പക്ഷേ വളരെ കുറച്ച് ദൂരം, അതായത് കാണാതായ സ്ഥലത്ത് വെറും 40 മീറ്റർ മാത്രവും 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ നിന്ന് 15 മീറ്റർ അകത്തോട്ട് മാത്രമാണ് ഇവർക്ക് ഈ സ്കൂബ ടീമിന് പോകാൻ കഴിഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സ്കൂബ ടീം അടക്കം പറയുന്നൊരു കാര്യം, ചെളിയും മാലിന്യങ്ങളും ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നു, അതുകൊണ്ട് ഇത് കാണാൻ കഴിയുന്നില്ല. അത് മാത്രവുമല്ല, ഇത് സാധാരണയുള്ള ഒരു മാൻഹോളിന്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആമയിഴഞ്ചൻ തോടിന്റെ രീതി എന്ന് പറയുന്നത്, ഡിസൈൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, സാധാരണയുള്ള രീതിയിലായിരുന്നു. ഒരു സിക്സാക് വെയിലാണ്, അതായത് നേരെയുള്ളതല്ല, വളഞ്ഞു പുളഞ്ഞതുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമാണ്. ആ ഒരു കാര്യം കൂടി കഴിഞ്ഞപ്പോഴാണ് അത്തരത്തിൽ മനുഷ്യസാധ്യമായതെല്ലാം മാലിന്യം നീക്കം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയുമായി ഇവിടേക്ക് എത്തുന്നത്. അതിന്റെ പുരോഗമനം പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ മാലിന്യവും ചെളിയും നീക്കം ചെയ്യുന്ന കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു നൈറ്റ് വിഷൻ ക്യാമറയുള്ള റോബോട്ടിക് സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിക്കുന്നുണ്ട്. അത് മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം കൂടി, അതായത് ആ മോണിറ്റർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇതിനകത്ത് ഈ ജോയി, കാണാതായ മാരായമുട്ടം സ്വദേശിയായ ജോയിയെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് ഒരു കണക്കുകൂട്ടലാണ്. അതിൽ നിരവധി ചർച്ചകൾ നടത്തിയതിനു ശേഷം ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് അടക്കമുള്ള നിരവധി പേർ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇനി അതിനുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുന്നത്. അതിനോടൊപ്പമാണ് ഇതിന്റെ ഈ ജോയിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള NDRF-നോടും അതേപോലെ തന്നെ നേവിയോടും ജില്ലാ കളക്ടർ സഹായം തേടുന്നത്. ഉടൻ തന്നെ അവരെത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. പോസിറ്റീവായ ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ എല്ലാ സാധ്യമായതെല്ലാം ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചെളിയും മാലിന്യങ്ങളും ഇവിടെ ഒരാൾ പൊക്കത്തിൽ അടിഞ്ഞുകൂടുന്നു, അത് നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് തന്നെയാണ് രാവിലെ തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ്, ഈ ദൃശ്യങ്ങൾ സഹിതം നമ്മളത് മനസ്സിലാക്കിയതുമാണ്. കാരണം അത്രമാത്രം മാലിന്യമാണ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അത് പുറത്തേക്കെടുത്ത് നീക്കം ചെയ്യുക എന്നത് അത്രയും ശ്രമകരമായ ദൗത്യമാണ്. അപ്പോൾ പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ചർച്ചയാകുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഈ മാലിന്യം ഇതുപോലെ കെട്ടിക്കിടന്നത്? ഇപ്പോൾ 24 ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ഈ വാർത്ത, അതായത് ഈ മാലിന്യ വാർത്ത എത്രയോ തവണ നൽകിയതാണ്, പത്രങ്ങളിൽ വന്നതാണ്, എല്ലാ ദൃശ്യമാധ്യമങ്ങളും നൽകിയാണ്. പക്ഷേ അധികൃതർ വേണ്ട പോലെ അതിൽ ഇടപെട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. മാത്രമല്ല പ്രജൻ, ഈ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് ഒരു പ്രധാന കാരണം ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ഈ മാലിന്യം തന്നെയാണ്. അത് മുൻപും പലതവണ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മന്ത്രിമാർ തന്നെ പലതവണ റെയിൽവേ അതുമായി ബന്ധപ്പെട്ട് വിമർശിച്ചിട്ടുണ്ട്. റെയിൽവേ കൃത്യസമയത്ത് ഈ ശുചീകരണം നടത്തുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ട് ഇപ്പോൾ ഷഫീദൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഇപ്പോൾ ഈ മാലിന്യമൊക്കെ കോരുന്ന ഈ ഭാഗത്ത്, ഈ അപകടമുണ്ടായ സ്ഥലത്തിന് അപ്പുറത്തൊരു 300 മീറ്റർ മാറിക്കഴിഞ്ഞാൽ വേറെ ഈ ആമയിഴഞ്ചാൻ മറ്റൊരു ഭാഗത്ത് അതിനേക്കാൾ വലിയ മാലിന്യക്കെട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ സിറ്റിയിലെ മുഴുവൻ മാലിന്യങ്ങൾ വന്നു ചേരുന്നത് ആ തോട്ടിലേക്കാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അത് മാറ്റുക, അതിനെന്താണ് ഒരു പ്രതിവിധി? ഇതൊക്കെ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ആലോചിച്ചില്ല അധികൃതർ എന്നുള്ള കാര്യം വളരെ വ്യക്തവുമാണ്. അത് ഇപ്പോൾ മനസ്സിലാവുന്നുമുണ്ട്. ഇന്ന് രാവിലെ പോലും ഉച്ചയ്ക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് അധികൃതർ രംഗത്ത് വരുന്നതും കണ്ടു. റെയിൽവേ പറയുന്നു അവരല്ല ഉത്തരവാദി എന്ന് പറയുന്നു, നഗരസഭ പറയുന്നു ഞങ്ങളല്ല എന്ന് പറയും. പിന്നെ ആരാണ് ഉത്തരവാദി എന്ന ചോദ്യം ജനങ്ങൾ ചോദിച്ച് ജനങ്ങൾ
കഴുതകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആമയിഴഞ്ചാൻ തോടിന്റെ മാത്രം അവസ്ഥയല്ല, പാർവതി പുത്തനാർ ഉൾപ്പെടെയുള്ള മറ്റ് നദികളുടെയും തോടുകളുടെയും ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇതിന് ഉത്തരവാദികളാണ് ഈ വേസ്റ്റിന്. കാരണം എന്ത് കിട്ടിയാലും അത് നേരെ ജലാശയത്തിലേക്ക് വലിച്ചെറിയുക എന്നുള്ള ആ ഒരു പ്രവണതയുണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ വേസ്റ്റ് കെട്ടിക്കിടക്കുന്നത് കാണുമ്പോൾ തോന്നുന്നത്. അത് ഒരാൾ ചെയ്താൽ പോരാ, നമ്മൾ ഓരോരുത്തരും അത് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് തോന്നുന്നു. എന്തായാലും ഈ അപകടം നടന്നതിന് ശേഷവും ഇതിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ല. കോർപ്പറേഷനും റെയിൽവേയും നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. പരസ്പരം പഴിചാരുകയാണ് ഇരു കൂട്ടരും. സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഭക്ഷണത്തിന് വകതേടി തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു സാധു മനുഷ്യൻ അപകടത്തിൽപ്പെട്ടിട്ടും ഉത്തരവാദികളാരെന്ന തർക്കത്തിലാണ് അധികാരികൾ. അപകടം നടന്ന സ്ഥലം റെയിൽവേയുടെ അധീനതയിലാണ്. അപകടത്തിന്റെ ഉത്തരവാദികൾ റെയിൽവേ ആണെന്നാണ് തിരുവനന്തപുരം നഗരസഭയുടെ നിലപാട്. ജൂൺ 19 തന്നെ തോട് വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ റെയിൽവേക്ക് നോട്ടീസ് നൽകിയിരുന്നു. മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ കളക്ടറുമായി നടത്തിയ സംഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് റെയിൽവേയുടെ ഒരു സൂപ്പർവിഷനും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഒരുപാട് തവണ റെയിൽവേയുടെ ഹയർ അതോറിറ്റീസുമായി നിരന്തരം നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് ആ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം അവർ ചെയ്തത്. റെയിൽവേയുടെ ഭാഗത്തുള്ള തോട്ടിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യാൻ കോർപ്പറേഷനെയും സർക്കാരിനെയോ അനുവദിക്കാറില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി കളക്ടറോട് ആവശ്യപ്പെട്ടു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി തോട് വൃത്തിയാക്കിയത് കോർപ്പറേഷനാണെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. അപകടത്തിൽപ്പെട്ട ജീവനക്കാരനുമായി ബന്ധമില്ലെന്നും ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ അറിയിച്ചു. അപകടത്തിൽ കോർപ്പറേഷനെ കുറ്റപ്പെടുത്തി BJP രംഗത്തെത്തി. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. 24 തിരുവനന്തപുരം. പ്രജൻ, ഞാൻ ഈ കമന്റ് ബോക്സിലൂടെ പോകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ജോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സുലൈമാൻ ചോദിക്കുന്നുണ്ട്, എന്തായോ ആവോ ജോയിയുടെ അവസ്ഥ. BIA എന്നുള്ള ഐഡിയയിൽ നിന്ന് ക്യാൻ ഐ മാൻ സർവൈവ് അണ്ടർ വാട്ടർ ഓർ കനാൽ ഫോർ ലേൺ അവേഴ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അബ്ദുൾ റഹീം പറയുന്നു, ഒരു അപകടവും കൂടാതെ ആ പാവത്തിനെ രക്ഷപ്പെടുത്തണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിനി ബാബു പറയുന്നു, സാധാരണ ഈ സമയത്ത് വാർത്ത കാണിക്കുമ്പോൾ ബോറാകുമായിരുന്നു. അതായത് സാധാരണ ഇത്തരം വാർത്തകളല്ലല്ലോ നമ്മുടെ ഷോയിൽ ഉണ്ടാവുക, പക്ഷേ ഇന്ന് ഈ വാർത്ത തന്നെ കാണിക്കണേ എന്ന് പ്രേക്ഷകർ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു. 11:30 ഈ പരിപാടി അവസാനിക്കുമ്പോൾ എങ്കിലും ജോയിയെ കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കുന്ന ഒരുപാട് പേർ, മിനി ബാബുവിനെ പോലെ ഒരുപാട് പേർ, രമ്യയെ പോലെ, വിരാൻ PK പോലെ, ഷെറിനെ പോലെ, അങ്ങനെ ഒരുപാട് പേർ ഇങ്ങനെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. എന്തായാലും ആ പരിശ്രമം അവിടെ തുടരുന്നുമുണ്ട്. മറ്റു വാർത്തകളെ നമ്മൾ മാറ്റി നിർത്തില്ല, ആ വാർത്തകളിലേക്കും കൂടി നമ്മൾ പോകുന്നുണ്ട്. ആ വാർത്തകൾ കൂടി അറിയുന്നു. ഇപ്പോൾ നേരത്തെ ഒരാൾ പറയുന്നത് കണ്ടു, രാവിലെ മോർണിംഗ് ഷോ കണ്ടതിന് ശേഷം പിന്നീട് വാർത്തകളൊന്നും നോക്കാൻ പറ്റിയില്ല. അപ്പം അത്തരം ആൾക്കാർ കൂടി ഉണ്ട് നമ്മുടെ പ്രേക്ഷകരായി. അവരിലേക്കാണ് നമ്മൾ ഈ 1 മണിക്കൂർ നേരം വാർത്തകൾ, പ്രധാനപ്പെട്ട വാർത്തകൾ ഡീറ്റെയിൽ ആയി ഒക്കെ എത്തിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയായ ഒരു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് കടക്കുന്നത്. കോഴിക്കോട്ടെ PSC കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിയെ CPIM പുറത്താക്കി. പാർട്ടി അച്ചടക്കം ലംഘിച്ചുവെന്നാരോപിച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ നടപടി. അച്ചടക്ക ലംഘനം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ജില്ലാ സെക്രട്ടറി P മോഹനനും മന്ത്രി PA മുഹമ്മദ് റിയാസും പ്രതികരിച്ചതുമില്ല. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി ചർച്ച ചെയ്യാനാണ് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേർന്നത്. ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചു. പ്രമോദ് കോട്ടൂളിക്കെതിരെ ഉയർന്നത് PSC കോഴ ആരോപണം. എന്നാൽ CPIM വിശദീകരണം തേടിയത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട്. ഒടുവിൽ ഇതൊന്നും പരാമർശിക്കാതെ പുറത്താക്കൽ. പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ കാര്യം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയിൽ സഖാവിന്റെ ഘടകമായ പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് ഞങ്ങളത് വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി അച്ചടക്കം ലംഘിച്ചുവെന്നാണ് CPIM കണ്ടെത്തൽ. എന്നാൽ പ്രമോദ് ചെയ്ത തെറ്റെന്താണെന്ന ചോദ്യത്തോട് P മോഹനൻ പ്രതികരിച്ചില്ല. 8 മാസം മുമ്പ് പാർട്ടിക്ക് മുമ്പാകെ പരാതി നൽകിയ മന്ത്രി PA മുഹമ്മദ് റിയാസും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. 24 കോഴിക്കോട്. എന്തായാലും ഇതോടെ കെട്ടടങ്ങുന്നതല്ല രാഷ്ട്രീയ വിവാദം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഒരു അപകട വാർത്ത കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. വിഷ്ണു, കുണ്ടന്നൂരിൽ ക്രെയിൻ ഇടിച്ച് കാൽനട യാത്രക്കാരനായ ഒഡീഷ സ്വദേശി മരിച്ചു എന്ന വാർത്തയാണത്. ഗുണനായിക് എന്നാണ് പേര്, 37 വയസ്സാണ്. മൃതദേഹം മരടിലെ PS മിഷൻ ആശുപത്രി മോർച്ചറിയിൽ മാറ്റിയിരിക്കുകയാണ് എന്ന വാർത്ത ഇപ്പോൾ
വരുന്നുണ്ട്. അപ്പം കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് പങ്കുവയ്ക്കുന്ന മറ്റൊരു വാർത്ത, വാഹനങ്ങൾ ഇടിച്ചതുമായി ബന്ധപ്പെട്ടൊരു തർക്കം അവിടെ ഉണ്ടായി. കോഴിക്കോട് തിരുവൻപറമ്പിൽ ഒരു CPM പ്രവർത്തകന് മർദ്ദനമേറ്റു എന്നാണ് വാർത്ത. അങ്ങേക്കരായി അജീഷിനാണ് പരിക്കേറ്റത്. തലയ്ക്കും വാരിയലിനും പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മർദ്ദനത്തിന് പിന്നിൽ MSF പ്രവർത്തകർ എന്നാണ് CPMന്റെ ആരോപണം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ശുഭകരമായ സങ്കടം തോന്നുന്ന വാർത്തകളിലൂടെയാണ് കടന്നുപോയത്. ഇനി നമുക്ക് ഒരു ശുഭവാർത്തയിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. പ്രതീക്ഷ നൽകുന്ന വാർത്തയാണത്. ശുഭവാർത്ത. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളം വീണ്ടും ഒന്നാമത്. 100-ൽ 79 പോയിന്റുമായി കേരളവും ഉത്തരാഖണ്ഡും ഒന്നാം സ്ഥാനം പങ്കിട്ടു. തുടർച്ചയായ 4ാം തവണയാണ് സംസ്ഥാനം പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 16 വികസന മാനദണ്ഡങ്ങളാണ് നീതി ആയോഗ് പരിഗണിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മെച്ചപ്പെട്ട തൊഴിൽ നിലവാരം, വിദ്യാഭ്യാസം, ഊർജം തുടങ്ങിയ മേഖലകളിൽ കേരളം മുന്നിലാണ്. ഇത്തവണ 100-ൽ 79 പോയിന്റാണ് കേരളം നേടിയത്. തമിഴ്നാട് 78 പോയിന്റും 79 പോയിന്റുമായി ഉത്തരാഖണ്ഡും ഒന്നാം സ്ഥാനത്തെത്തി. തമിഴ്നാട് 78 പോയിന്റും ഗോവ 77 പോയിന്റും നേടി 2ഉം 3ഉം സ്ഥാനത്തെത്തി. ബീഹാറാണ് ഏറ്റവും പിന്നിൽ, 57 പോയിന്റ്. 71 പോയിന്റാണ് ഈ വർഷത്തെ ദേശീയ ശരാശരി. സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പ്രകാരം സൂചിക 2018-19 മുതലാണ് നീതി ആയോഗ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പ്രകാരം 2018-19 മുതലാണ് നീതി ആയോഗ് സൂചിക പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ 69 പോയിന്റും രണ്ടാം ഘട്ടത്തിൽ 70 പോയിന്റുമാണ് സംസ്ഥാനം നേടിയത്. 2020-21 75 പോയിന്റ് നേടിയാണ് കേരളം പട്ടികയിൽ ഒന്നാമതെത്തിയത്. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചത് സന്തോഷകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദിബിൻ ബി ചോദിക്കുന്നുണ്ട്, ജോയി ചേട്ടന്റെ ന്യൂസ് കാണിക്കുന്നത്. ഇപ്പോൾ ജോയിക്കായിട്ടുള്ള തിരച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടുതൽ അപ്ഡേഷൻസ് വരുന്ന മുറയ്ക്ക് ഞങ്ങളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റ് പതിപോലെ ഇന്ന് ചില സുഖകരമല്ലാത്ത വാർത്തകൾ കൂടി വന്ന ദിവസമാണ്. ആ വാർത്തകൾ എന്താണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട അലോസര വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മരണം കൂടി. ചികിത്സയിലിരിക്കെ മരിച്ചത് എറണാകുളം വേങ്ങൂർ കൈപ്പള്ളി സ്വദേശി അഞ്ജന. കോളറ സ്ഥിരീകരിച്ച നെയ്യാറ്റിൻകരയിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 5 വിദ്യാർത്ഥികൾക്ക് കൂടി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. എറണാകുളം കപ്രശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നിലയിൽ. ആഗ്നൽ ആത്മഹത്യ ചെയ്തത് ഓൺലൈൻ ഗെയിമിലെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് സൂചന. മൃതദേഹം കണ്ടെത്തിയത് ഇരു കൈകളും പിന്നിൽ കെട്ടി മഴക്കോട്ട് ധരിച്ച നിലയിൽ. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. സംസ്ഥാനത്ത് 8 വർഷത്തിനിടെ ബോംബ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് മരിച്ചത് 26 പേർ. 120 പേർക്ക് പരുക്കേറ്റു. ഞെട്ടിക്കുന്ന കണക്കുകൾ സർക്കാർ തന്നെ പുറത്തുവിട്ട ഔദ്യോഗിക രേഖയിൽ. 54 കേസുകളിലായി പ്രതിപട്ടികയിൽ 189 പേർ. 17 കേസുകളിൽ അന്വേഷണം തുടരുന്നു. ഡൽഹി ബർഗർ കിങ് ഔട്ട്ലെറ്റ് കൊലപാതകത്തിൽ 2 പ്രതികളെ എൻകൗണ്ടറിൽ വധിച്ച് അന്വേഷണ സംഘം. പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് 26-കാരനെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതികൾ. ഏറ്റുമുട്ടലിനിടെ ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർക്ക് പരിക്ക്. യുവാവ് കൊല്ലപ്പെട്ടത് ഈ മാസം 18-നാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അലോസര വാർത്തകൾ. അതിൽ ആ 10ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയാണോ അതോ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അല്ലേ? ഓൺലൈൻ ഗെയിമുകൾ, ഇത്തരം ഗെയിമിംഗ് ആപ്പുകളൊക്കെയാണ് പ്രതിസ്ഥാനത്തുള്ളത്, പ്രതിക്കൂട്ടിലുള്ളത്. അതിൽ കണ്ട് അതിലെ നിർദ്ദേശം അനുകരിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിൽ അന്വേഷണവും നടക്കുന്നുണ്ട്. ഇനി വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ പേരിയിൽ പരിഭ്രാന്തി പരത്തിക്കൊണ്ട് ഒരു ആളെത്തി. ആ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അതൊരു രാജവെമ്പാലയാണ്. നിർത്തിയിട്ട ഓട്ടോറിക്ഷയുടെ അടിയിലാണ് ഈ രാജവെമ്പാലയെ കണ്ടത്. പാമ്പ് പിടുത്ത വിദഗ്ധനായ സുജിത്ത് വയനാട് എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. വനപാലകരെത്തി പാമ്പിനെ വനമേഖലയിൽ തുറന്നുവിട്ടു. മാധ്യമപ്രവർത്തനായ സിദ്ദിഖ് പെരിയെ പറത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ രാജവെമ്പാല തന്നെയാണ്. രാജവെമ്പാല പേരിയ പള്ളിയിൽ പിടിച്ച രാജവെമ്പാല. ശ്രദ്ധിക്കണം.
തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മോട് സംസാരിച്ച വനംവകുപ്പിലെ ജീവനക്കാരി റോഷ്നയും പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ മഴക്കാലമായതുകൊണ്ടും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ, ഒപ്പം കാട് മൂടി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പാമ്പുകളെയും ഒപ്പം മറ്റ് ഇഴജന്തുക്കളെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രേക്ഷകർ ജാഗ്രത പാലിക്കുക, വളരെ സൂക്ഷിച്ച് തന്നെ നടക്കുക ഇത്തരം മേഖലകളിലൂടെ. പാമ്പുകളെ കൈകാര്യം ചെയ്യാൻ വിദഗ്ധർ തന്നെ വേണം. അങ്ങനെ എവിടെയെങ്കിലും സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വിവരം അറിയിക്കുക അവരെ എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അവർ വന്ന് അതിനെ ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് പോയിക്കോളും. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. നമ്മൾ ഒരുപാട് സെഗ്മെന്റുകൾ നമ്മുടെ ഷോയുടെ ഭാഗമാണെന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം. ഒരുപാട് പുതിയ പ്രേക്ഷകർ കൂടി നമ്മുടെ ഷോ കാണാൻ ഇന്ന് എത്തിയിട്ടുണ്ട് എന്ന് നമ്മുടെ യൂട്യൂബ് കമന്റ്സ് എന്നാണ് നമുക്ക് മനസ്സിലായത് അല്ലേ? അതെ, എല്ലാവരും ജോയിയുടെ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ആണ് ചോദിക്കുന്നത്. എന്തായാലും പുതുതായി വന്ന പ്രേക്ഷകരോട് കൂടി പറയാം, നമ്മുടെ ഈ ഷോയുടെ ഒരു സ്വഭാവം, അതിൽ കൂടുതൽ റിപ്പോർട്ടുകൾ ഉണ്ടാകും. അതിൽ പ്രേക്ഷകർക്ക് അറിയേണ്ട സ്ഥിരം വാർത്തകളല്ലാത്ത രീതിയിലുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർ കാണാൻ ശ്രമിക്കാം. അതെ, അത് മാത്രമല്ല ഒരു ദിനം അവസാനിക്കുന്ന സമയത്ത് വളരെ ടെൻസ്ഡ് ആയിട്ട് നമ്മൾ ബെഡിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ പോകണ്ട എന്ന് കരുതിയിട്ടാണ് അതിൽ ചില രസകരമായ സെഗ്മെന്റുകളും നുറുങ്ങുകളും പാട്ടുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ മനസ്സിനെ ഒന്ന് കൂളാക്കിയിട്ട് പോവാം എന്നാണ്. അപ്പോൾ അതേസമയം വാർത്തകൾ മാറ്റി നിർത്തുന്നില്ല. വാർത്തകൾ കൂടി ചേരുമ്പോഴാണ് വാർത്തയും സംഗീതവും എല്ലാം ചേർന്ന്. പ്രേക്ഷകർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു പ്രത്യേകത, ഇന്ന് ഇപ്പോൾ നമ്മൾ നൽകുന്ന വാർത്തയുടെ പ്രാധാന്യം കൂടി പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ ഷോയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു അർത്ഥത്തിലേക്ക് കടക്കുന്നുമില്ല. പാട്ടൊക്കെ വേണോ വേണ്ടെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. നമുക്ക് നോക്കാം, പാട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, നോ പ്രോബ്ലം. അപ്പോൾ അടുത്ത വളരെ പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്കാണ് ഡോക്ടർ ഇൻ. പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ അറിയാമെന്ന് തോന്നുന്നു, നാട്ടിലിപ്പോൾ പനിക്കാലമാണ്, പലരിലും പനിയുണ്ട്. ശരിക്കും പനി ഒരു രോഗമാണോ? ശരിക്കും പനി ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണ് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് പനിയെന്നും പനിയെക്കുറിച്ച് കൂടുതലായി കാര്യങ്ങൾ ഡോക്ടർ സൗമ്യ സരിൻ ഇന്ന് പറഞ്ഞു തരും. പലരും കരുതുന്നത് പനി ഒരു രോഗമാണ് എന്നാണ്. ഒരിക്കലും പനി ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണം മാത്രമാണ്. ധാരാളം കാരണങ്ങൾ കൊണ്ട് പനി വരാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അണുബാധകളാണ്, അതായത് ഇൻഫെക്ഷൻസ്. അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, എന്തും ആയിക്കൊള്ളട്ടെ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അണുബാധകളാണ്. എന്നാൽ അതിൽ മാത്രമല്ല പനി കാണുന്നത്. ചില സന്ദർഭങ്ങളിൽ റുമറ്റോളജിക്കലായിട്ടുള്ള വാദസംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളിൽ പനി കാണാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഹെമറ്റോളജിക്കലായിട്ടുള്ള, അതായത് രക്തസംബന്ധമായിട്ടുള്ള, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലുക്കീമിയ, രക്താർബുദത്തിൽ വിട്ടുമാറാത്ത പനി കാണാറുണ്ട്. സോ ഇങ്ങനെ പല പല വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന് പനി വരാം. അപ്പൊ നമ്മൾ ചികിത്സിക്കേണ്ടത് പനിയെ മാത്രമല്ല, ആ പനിയുടെ കാരണത്തെ കൂടിയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പലപ്പോഴും പല ടെസ്റ്റുകളും ചെയ്യാറുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് പനിയുടെ കൂടെ മൂത്രമൊഴിക്കുമ്പോൾ വേദന കൂടിയുണ്ട്, കടച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കുന്നത് മൂത്രപ്പഴുപ്പിനെയാണ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെയാണ്. ആ സമയത്ത് നമുക്ക് ബ്ലഡും അതുപോലെ യൂറിനും ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതേ പറഞ്ഞ പോലെ പനിയുടെ കൂടെ നിങ്ങൾക്ക് സന്ധിവേദന ഉണ്ടെങ്കിൽ നമ്മൾ അത് സംബന്ധമായിട്ടുള്ള ഇപ്പോൾ ഒരു ഡെങ്കിപ്പനിയോ അങ്ങനെയുള്ള സംഗതികൾ നമ്മൾ സംശയിക്കുന്നു, അതിന് വേണ്ട ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നു. സോ പനിയുള്ള ആൾക്ക് അതിന്റെ കൂടെയുള്ള ലക്ഷണങ്ങൾ കൂടി നോക്കിയാണ് എന്താണ് അസുഖമെന്ന് നമ്മൾ സംശയിക്കുന്നതും അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യുന്നതും. പനി ഒരു രോഗലക്ഷണമാണ്. മറ്റെന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറി പോകുന്ന ഒരു ഒരു ഫോറിൻ പാർട്ടിക്കിൾ, ഒരു ഫോറിൻ ബോഡി, അതിപ്പം അമീബ ആവാം, അല്ലെങ്കിൽ ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, അതൊക്കെ ആവാം. അത് വരുമ്പോഴാണ് നമ്മുടെ അതിനെ സ്വാഭാവികമായിട്ട് തന്നെ ഒഴിവാക്കാൻ നമ്മുടെ ശരീരം ശ്രമിക്കുന്നു. അതാണ് ചൂടായി മാറുന്നത്, അതാണ് പനിയായിട്ട് അനുഭവപ്പെടുന്നത് എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഈ ജോയുടെ കാര്യം എല്ലാവരും ചോദിക്കുന്നു. കമന്റ് ബോക്സിൽ നിറയെ ജോയെക്കുറിച്ചുള്ള ആകുലതകളാണ്. എന്തെങ്കിലും സംഭവിച്ചു കാണുമോ, സംഭവിക്കരുതേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെ പോകുന്നു. ഇതാ സിന്ധു കേസ് പറയുന്നു, പാവങ്ങളുടെ ജീവൻ ഒരു വിലയും അധികാരികൾ കൊടുക്കുന്നില്ല, എല്ലാവരും പണത്തിന്റെയും നേട്ടങ്ങളുടെയും ക്രെഡിറ്റിന്റെയും പുറകെ പോകുന്നു എന്ന് കുറ്റപ്പെടുത്തുകയാണ് സിന്ധു കേസ്. അപ്പം സജി മാങ്കോട് പറയുന്നുണ്ട്, ജോയിയുടെ കുടുംബത്തോടൊപ്പം ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്കൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു ജോയിയുടെ തിരിച്ചുവരവിനായി എന്ന് പറയുന്നു. അപ്പം ആമിന നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, പറയുന്നുണ്ട് പ്രജിൻ പ്രവിത ഇന്ന് പാട്ട് വേണ്ട എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ഈ വാർത്തയുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാർത്തയുടെ തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. പരമേശ്വരൻ ഭാസ്കരൻ കർത്ത പറയുന്നു, റോബോട്ടിക്സ് അല്ലെങ്കിൽ റോബോട്ട്സിനെ ഉപയോഗിച്ച് എല്ലാ മാസവും ഇനി ആമിരഞ്ചാൻ തോട് വൃത്തിയാക്കിക്കൂടെ, അതിന് ചെലവാകുന്ന തുക ഒരു പാഴ്ചെലവാണോ എന്ന് ചോദിക്കുന്ന ഒരു നല്ല ചോദ്യവും നല്ല നിർദ്ദേശവുമാണ്. അത് അധികാരികൾ കേൾക്കട്ടെ, നോക്കാം നമുക്ക് എന്താണ്. അതുപോലെ ജയ പറഞ്ഞു, മാലിന്യത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങളായ നമ്മൾ ആരെയും കുറ്റം പറയരുത്, നമ്മളൊക്കെ തന്നെയാണ് അതൊക്കെ വലിച്ചെറിഞ്ഞത്. നേരത്തെ പ്രവിധ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, നമ്മൾ തന്നെയാണ് കുറ്റക്കാർ, ഇനിയെങ്കിലും അത് വലിച്ചെറിയാതിരിക്കുക എന്ന് ജയ പറയുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ തിരുവനന്തപുരത്ത് പോയിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നോക്കാം. ഇപ്പോൾ ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി,
രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഒരുപക്ഷെ സമാനതകളില്ലാത്ത നമ്മുടെ തലസ്ഥാന നഗരി ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്ന് തന്നെ പറയാം. ഇത്രയും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു രക്ഷാദൗത്യം, രാവിലെ തുടങ്ങിയ ആ രക്ഷാദൗത്യം ഇപ്പോഴും അതിങ്ങനെ അതുപോലെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ എത്രമാത്രം ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ ഉണ്ട്? NDRF ടീം നേരത്തെ വരുമെന്ന് പറഞ്ഞു, അവർ എത്തി കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ സ്കൂബ ഡൈവേഴ്സ് അവരുടെയൊക്കെ സാന്നിധ്യം, അവരുടെ സഹകരണം ഒക്കെ എന്താണ്? പ്രവിത, ഇപ്പോൾ ഈ രക്ഷാദൗത്യം അത് പുരോഗമിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. പക്ഷേ വളരെ മന്ദഗതിയിലാണ് ഈ മാലിന്യങ്ങൾ കോരിമാറ്റാൻ കഴിയുന്നത് എന്നുള്ളതാണ്. കാരണം ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഇതിനായി ഈ രൂപപ്പെടുത്തിയൊന്നല്ല. അതായത് ഒരാൾക്ക് ഇറങ്ങാൻ കഴിയുന്ന മാൻഹോളിൽ അതിൽ ഈ വേസ്റ്റുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് വളരെ മന്ദഗതിയിൽ മാത്രമാണ് ഈ മാലിന്യങ്ങൾ കോരിമാറ്റാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എങ്കിലും ഈ തരത്തിൽ മാലിന്യങ്ങൾ മാറ്റാൻ അതുകൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന പോലെ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരാൾ ഈ വെളിച്ചക്കുറവുള്ള ഈ സമയത്ത്, അത് മാത്രമല്ല രാത്രി ട്രെയിനുകൾ വന്നും പോയിരിക്കുന്ന തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള ഒരു ഇടത്ത് പ്രായോഗികമായും ഒരാളെ അതിനകത്തേക്ക് ഇറക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമല്ല എന്നുള്ളതാണ്. കാരണം അതിനകത്ത് ഈ വൈകുന്നേരം തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, സ്കൂബ ടീമൊക്കെ നമ്മളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അതിനകത്ത് നിറയെ ഈ ചെളിയും മാലിന്യവുമാണ്, മാത്രമല്ല ഇരുട്ടുമാണ്. അത് വലിയ വെല്ലുവിളിയാണ്. അത്തരമൊരു സാധ്യത വന്നപ്പോഴാണ്, അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായം വന്നപ്പോഴാണ് ഈ ജില്ലാ കളക്ടർ അടക്കമുള്ള ജനപ്രതിനിധികളും മറ്റും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയെ ഇവിടേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴും ആ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ 2-3 പ്ലാറ്റ്ഫോമിനിടയിലുള്ള മാൻഹോൾ അത് വൃത്തിയാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇനി ഒരു റോബോട്ടിക് സാങ്കേതിക വിദ്യയും കൂടി കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ജില്ലാ കളക്ടർ തന്നെ നമ്മളോട് നേരത്തെ പറഞ്ഞത്. അത് ഈ നേരത്തെ സ്കൂബ ടീം ഇറങ്ങിയ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ, അതായത് ഈ യാമേഴിച്ചാൻ തോട് റെയിൽവേയുടെ പ്രവേശന മുഖത്തു നിന്നും അവസാനിക്കുന്നത് ഈ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിന്റെ അവിടെയാണ്. അവിടേക്ക് ഇറക്കിക്കൊണ്ട് ഈ നൈറ്റ് വിഷൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് ജോയി ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. അത് മോണിറ്റർ ചെയ്യാൻ കഴിയും. അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നീക്കും. അതിനോടൊപ്പം തന്നെ NDRF ടീമിന്റെയും നേവിയുടെയും സഹായം ജില്ലാ കളക്ടർ തേടിയിട്ടുണ്ട്. അതിൽ ഒരു പോസിറ്റീവായ കാര്യം അവർ എത്തുമെന്ന് തന്നെയാണ്. പക്ഷേ ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ കൂടി വന്നു കഴിഞ്ഞാൽ ഈ രക്ഷാദൗത്യം അത് നീളും പുരോഗമിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും രാത്രി മുഴുവനും ഒരുപക്ഷെ ഈ രക്ഷാദൗത്യം നീളുന്നതിനാണ് സാധ്യത നമ്മളിപ്പോൾ കാണുന്നത്. കാരണം അത്രയധികം മാലിന്യങ്ങൾ ഇതിനടിയിൽ, ഈ യാമേഴിച്ചാൻ തോടിന്റെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിൽ ആ ടണലിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. ശരി ഹരി, തുടരുക. ഇപ്പോൾ അലക്സ് റാമുഹൂദ് കൂടി ചെയ്യുന്നുണ്ട്. അലക്സ്, ഇതിപ്പോൾ അവിടുത്തെ രക്ഷാദൗത്യത്തിനെ കുറിച്ച് വിശദമായി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഒരുപക്ഷെ വൈകി വന്ന പ്രേക്ഷകരും ഇപ്പോൾ മാത്രം ഈ വാർത്ത അറിയുന്ന ആൾക്കാർക്കും വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഇങ്ങനെയൊരു അപകടം അവിടെ എങ്ങനെ നടന്നു എന്നുള്ളതാണ്. നേരത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങുന്ന ആ സമയത്ത് പോലും അവിടെ താഴേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ആ തോട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരുടെ മുട്ടിന് താഴെ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരാൾ ഒഴുകിപ്പോകാൻ മാത്രമുള്ള ശക്തിയായ വെള്ളം അത് എപ്പോൾ എങ്ങനെ വന്നു? അങ്ങനെ മുൻപ് ഉണ്ടാകാറുണ്ടോ? എന്തുകൊണ്ടാണ് ആ സമയത്ത് ഇങ്ങനൊരു ശുചീകരണത്തിനായി ജോയ് അവിടെ ഇറങ്ങി? ജോയും മറ്റുള്ളവരും ഉണ്ടാവുമല്ലോ കൂടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിശദാംശം എന്താണ്? ഈ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് അലക്സ് അവിടെ? പ്രജന, റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ് ജോയി ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങിയത്. ജോയിക്കൊപ്പം 4 പേരുണ്ടായിരുന്നു. രാവിലെ 10:30 മണിക്കാണ് അദ്ദേഹവും ഈ 4 പേരും ഇറങ്ങുന്നത്. 3 പേരാണ് ഈ ആമയിഴഞ്ചാൻ തോട്ടിനുള്ളിൽ ഇറങ്ങുന്നത്. അദ്ദേഹം അവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ആയിരുന്നില്ല ആമയിഴഞ്ചാൻ തോടിൻ്റെ അവസ്ഥ. അവിടെ വലിയ തോതിൽ മാലിന്യ നിക്ഷേപം ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യത്തിൻ്റെ നിക്ഷേപം ഉണ്ടായിരുന്നു. ഈ നഗരത്തിലെ, ഈ തിരുവനന്തപുരം നഗരത്തിലെ ആകെ മാലിന്യം എത്രയാണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും. അതിൻ്റെ ആകത്തുക ആ ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, കഴുത്തറ്റം വെള്ളം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആമയിഴഞ്ചാൻ തോട്ടിൽ അപ്പോൾ കഴുത്തറ്റം വെള്ളം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെയും ഒക്കെയായി മഴയുണ്ടായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മഴവെള്ളം ഒഴുകി പോകേണ്ടത് ആമയിഴഞ്ചാൻ തോട്ടിനുള്ളിലൂടെയാണ്. ആമയിഴഞ്ചാൻ തോട്ടിനുള്ളിലൂടെയാണ് അത് പാർവതി പുത്തനാറിൽ പോയി അവിടെ നിന്ന് കടലിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ആ മഴവെള്ളം ഇവിടെ നിന്ന് ഒഴുകി പോകേണ്ടത്. ഈ നഗരത്തിലെ വെള്ളക്കെട്ടിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നിക്ഷേപമാണ്. അതായത് ആ ഒഴുക്ക് സുഗമമാകാതെ വെള്ളം പോകാത്തത് കൊണ്ട്
ഈ വെള്ളക്കെട്ടുണ്ടാകുന്നതാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഈ വെള്ളക്കെട്ടുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മഴ പെയ്ത് കാര്യമായി നിന്നു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നഗരം വെള്ളത്തിനടിയിലാകും, കടകളിൽ വെള്ളം കയറും, ആളുകൾ യാത്രാ സംവിധാനം ദുഷ്കരമാകും, അങ്ങനെ ജനജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് മാറും. ഇതാണ് ആമുഖമായി പറയാനുള്ളത്. അപ്പം ഇതിന് മുന്നോടിയായി, അതായത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ നഗരത്തിനുള്ളിലെ ഓടകൾ വൃത്തിയാക്കണം. അത് നഗരസഭയ്ക്ക് കീഴിലുള്ള ഓടകൾ നഗരസഭ വൃത്തിയാക്കി ആ പ്രവർത്തനം അവർ നടത്തി. അതുമാത്രമല്ല, ഇനി റെയിൽവേ അധികാരം കൈയാളുന്ന പ്രദേശങ്ങളിൽ അത് റെയിൽവേയുടെ കടമയാണ്. വർഷാവർഷങ്ങളായി റെയിൽവേയാണ് ആ ഇടങ്ങളിൽ ഈ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രദേശത്ത് ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശത്ത് ഈ മാലിന്യ നിക്ഷേപം നീക്കം ചെയ്യണം, കാരണം വലിയ മഴയാണ് വരുന്നതെന്നുള്ള നോട്ടീസ് നഗരസഭ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി കാര്യമായി കൊടുത്തിരുന്നതായി നഗരസഭ പറയുന്നുണ്ട്. പക്ഷേ ആ പ്രവർത്തനം വൈകിപ്പോയി എന്നുള്ളതാണ്. കഴിഞ്ഞ ജൂൺ 19 കൊടുത്ത നോട്ടീസ് നഗരസഭ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഈ വിവരം പുറത്തു വരുമ്പോൾ നഗരസഭയുടെ കരാർ ജീവനക്കാരനാണ് ഈ ജോയ് എന്ന തരത്തിലാണ് വിവരം പുറത്തു വന്നത്. അതല്ല, അതിന് പകരം റെയിൽവേ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പാണ് റെയിൽവേ കരാർ ഏൽപ്പിച്ച ജീവനക്കാരൻ ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ കരാർ ജീവനക്കാരൻ അല്ലെങ്കിൽ ആ കരാർ തൊഴിലാളിയാണ് ഈ മാരായമുട്ടം സ്വദേശി ജോയിക്കൊപ്പം രണ്ട് പേർ കൂടി ഉണ്ടായിരുന്നു. ജോയിയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അയൽവക്കക്കാരും അതുപോലെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെ പറയുന്നത് കഴിഞ്ഞ 3 ദിവസമായിട്ടേ ഉള്ളൂ ജോയി ഈ കരാറെടുത്ത ആളിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുവരെ ജോയിക്ക് ആക്രി കച്ചവടമായിരുന്നു, ആക്രി പെരുക്കി ജീവിക്കുന്ന ഒരാളായിരുന്നു. കൂടുതൽ ശമ്പളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ആമയിഴഞ്ചാൻ തോട്ടിലിറങ്ങി അത്രയും നഗരത്തിലെ ഏറ്റവും മോശപ്പെട്ട മാലിന്യം വരുന്ന ആ ജോലി ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ശമ്പളം മാത്രം ആഗ്രഹിച്ചെത്തിയതാണ്. കാരണം വീട്ടിൽ ജോയിയും ജോയിയുടെ മാതാവും മാത്രമേ ഉള്ളൂ. ആ വീട്ടിലെ കാര്യം നോക്കേണ്ടത് ജോയിയാണ്. 42 വയസ്സുണ്ട്, അവിവാഹിതനാണ് അദ്ദേഹം. അത് വീട്ടിൽ നിന്നുള്ള വിവരമാണ്. രാവിലെ 4:30 മണിയോടുകൂടി അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വൈകുന്നേരം 4:05 മണിക്കുള്ളിൽ അദ്ദേഹം വീട്ടിലേക്ക് എത്തും എന്നും പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിനിടയിലാണ് 10:30 മണിക്ക് ഈ അദ്ദേഹം വെള്ളത്തിലിറങ്ങുകയും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കയറൂ, കൂടുതൽ വെള്ളമാണ്, ഒഴുക്കുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അദ്ദേഹം കയറുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. പകരം അദ്ദേഹം ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് ആമയിഴഞ്ചാൻ തോടിൻ്റെ തുടർന്നുള്ള ഭാഗം വരുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ, അതായത് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിലൂടെ കടന്നു പോകുന്ന ആ പ്ലാറ്റ്ഫോമുകൾക്ക് അടിയിലൂടെ കടന്നു പോകുന്ന ടണൽ വഴിയാണ് പിന്നീട് ആമയിഴഞ്ചാൻ തോട് നേരെ അപ്പുറത്തേക്ക് പോകുന്നത്. ഏതാണ്ട് 250 മീറ്റർ നീളമുണ്ട് ആ ടണൽ. ഒരാൾക്ക് കഷ്ടിച്ച് മാത്രം കടന്നു പോകാൻ സാധിക്കുന്ന ടണലാണ്. ആ ടണലിനുള്ളിലേക്ക് അദ്ദേഹം പെട്ടുപോയിട്ടുണ്ടെന്നാണ് നിഗമനം. ആ ടണൽ തുറന്നുള്ള പരിശോധനകളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഇതിൽ ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘം, ഫയർഫോഴ്സ്, അതുപോലെ നഗരസഭയിലെ ശുചീകരണ വിഭാഗം ജീവനക്കാരൊക്കെ ആ സമയത്ത് തന്നെ അവിടെ എത്തി ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. അവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ആദ്യഘട്ടത്തിൽ ആരംഭിച്ചു. വലിയ തോതിൽ മാലിന്യ നിക്ഷേപം നീക്കം ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് ആ കഴുത്തറ്റം ഉണ്ടായിരുന്ന വെള്ളം ഒഴുകിപ്പോയി അത് മുട്ടോളമായത്. അതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. അതിനുശേഷം മാത്രമാണ് ആ വെള്ളം മുട്ടോളമായത്. അതുവരെ ആ വെള്ളം കൂടുതലായിരുന്നു. അതിനുശേഷം ഒരു ഇരുമ്പ് ഗ്രിൽ കൊണ്ടുവന്ന് ഏതാണ്ട് ഈ 3-ാം ട്രാക്കിനടുത്തുള്ള മാൻഹോൾ തുറന്ന് ഈ മാൻഹോളിനകത്തേക്ക് ആ ഗ്രില്ല് കടത്തി വെക്കുകയായിരുന്നു. കാരണം ആ ഒഴുക്ക് കൊണ്ട് ഒരുപക്ഷെ ജോയി താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് രക്ഷാപ്രവർത്തകർ അങ്ങനെ ചെയ്തത്. ഇവിടെ നിന്ന് ആ തുടക്കം വരെ ഏതാണ്ട് 80 മീറ്ററോളമുണ്ട്. അതിൽ 40 മീറ്റർ ആ തുടക്ക ഭാഗത്ത് നിന്ന് സ്കൂബ സംഘം അകത്തേക്ക് കയറി പരിശോധിച്ചു കഴിഞ്ഞു. 40 മീറ്റർ പരിശോധിച്ചിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെയുള്ള 40 മീറ്റർ ഉണ്ട്. അത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന 3-ാം ട്രാക്കിലെ ഈ പ്രധാനപ്പെട്ട മാൻഹോൾ തുറന്നിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ആമയിഴഞ്ചാൻ തോടിൻ്റെ ആ തുടക്ക ഭാഗത്തേക്കാണ് ഒരു 40 മീറ്റർ. ആ 40 മീറ്ററിനുള്ളിൽ ജോയിയുടെ ജീവൻ അവശേഷിക്കുന്നുണ്ടാകും എന്ന കണക്കുകൂട്ടലാണ് ഈ രക്ഷാപ്രവർത്തകർക്കുള്ളത്. ഈ 10 മണിക്കൂർ നീളുമ്പോഴും ആ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് അവർ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രജിൻ 1-ാം മണിക്കൂർ മുതൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരുണ്ട്. 65 നഗരസഭാ ജീവനക്കാർ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട്. അതുപോലെ ഈ റോബോട്ടിക്സ് സംവിധാനം ജെൻ റോബോട്ടിക്സിൻ്റെ ജീവനക്കാരുണ്ട്. അവർ ഈ യന്ത്രക്കൈ കൊണ്ടുവന്ന് നേരെ താഴേക്കിറക്കിയാണ് അവർ ഈ മാലിന്യം കോരുന്നത്. ആ മാലിന്യ നിക്ഷേപം അവർക്ക് നേരെ താഴേക്കിറക്കി മാത്രമേ കോരാൻ സാധിക്കുകയുള്ളൂ. ശരി അലക്സ്, എന്തായാലും അലക്സ് കൃത്യമായി തന്നെ എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായെന്ന കാര്യം പറഞ്ഞു. അപ്പം ജോയിയുടെ പശ്ചാത്തലം പറഞ്ഞു, ജോയിയുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് കുറേ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അലക്സ് അതും കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും തുടരുന്ന ഏതാണ്ട് 65ഓളം നഗരസഭാ ജീവനക്കാരും ഒപ്പം ഫയർഫോഴ്സ് ടീം അംഗങ്ങളും മറ്റ് സന്നദ്ധ സംഘടനകളും ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകളും എല്ലാം അവിടെ ഒത്തുചേർന്ന് ശ്രമിക്കുകയാണ്. ഇപ്പോഴും ജോയ് എവിടെയാണ്, എവിടെയെങ്കിലും തങ്ങിക്കിടക്കുകയാണോ എന്നൊന്നും ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല. അത്രമാത്രം മാലിന്യം എന്ന് പറയുമ്പോൾ നമ്മുടെ
നമ്മുടെ എന്താണ് പറയുക, നമുക്കത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും മാലിന്യം അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഇപ്പോഴും അത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മളുടെ പതിവ് സെഗ്മെന്റ്സിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം അത് തിരുവനന്തപുരത്ത് നടക്കുന്നത് കൊണ്ടാണ് മറ്റ് സെഗ്മെന്റ്സിലേക്കൊന്നും കടക്കാത്തത്. പ്രേക്ഷകരുടെയും അതായത് സ്ഥിരമായി നമ്മളുടെ പരിപാടി കാണുന്ന പ്രേക്ഷകരുടെയും അഭിപ്രായം അത് തന്നെയാണ്. നമുക്കും അറിയാം വാർത്തയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ജോയിയെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള ആ ഒരു ആവശ്യമാണ്. ഒപ്പം തന്നെ ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടുന്നതിന് തിരുവനന്തപുരം കോർപ്പറേഷനെ കുറ്റം പറയുന്നവരുണ്ട്, അതല്ല റെയിൽവേയുടെ ഭാഗത്താണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ജെനിസൺ പറയുന്നത് 2018 ഓർമ്മിപ്പിക്കുന്ന മഴ ഇപ്പോൾ വയനാട്ടിൽ പെയ്യുന്നുണ്ടെന്ന്. ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി, അതിൻ്റെ റിപ്പോർട്ട് കൂടി നമുക്ക് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഇത്തരം എന്താണ് പറയുക വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കണ്ണൂരിൽ അതൊരു സംഭവം യഥാർത്ഥത്തിൽ സംഭവിച്ചു. അപ്പോൾ ആ ഒരു വാർത്തയുടെ വിശദമായ റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിധി എന്ന് കരുതുന്ന ചില വസ്തുക്കൾ ഇന്ന് കണ്ടെത്തിയിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഒരു മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെ ഇങ്ങനെയൊരു നിധി കുംഭം തന്നെ ലഭിച്ചത്. എന്തായാലും കണ്ടെത്തിയ വസ്തുവകകൾ പോലീസ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇവ പുരാവസ്തു വകുപ്പ് വിശദമായി പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ മാത്രമേ ഇത് എത്രത്തോളം കാലപ്പഴക്കമുള്ള വസ്തുക്കളാണ്, നിധി തന്നെയാണോ, സ്വർണ്ണമാണോ, ശരിക്കുള്ള സ്വർണ്ണമാണോ, എന്താണ് ഇതിന്റെ പിന്നിലെ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. ഈ കാണുന്ന സ്ഥലത്താണ് നിധി എന്ന് കരുതുന്ന വസ്തുവകകൾ മറഞ്ഞു കിടന്നിരുന്നത്. കണ്ടെത്താൻ നിമിത്തമായത് തൊഴിലുറപ്പ് തൊഴിലാളികളും. ചെങ്ങളായിയിലെ പരിപ്പായി LP സ്കൂളിന് സമീപത്തെ താജുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിൽ പതിവ് ജോലിക്കെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുന്നിലാണ് മറഞ്ഞിരുന്ന കൗതുകം വെളിപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ തൊഴിലാളികൾ മഴക്കുഴി കുത്തുന്ന ജോലിയിലേർപ്പെട്ടു. ആയിഷയും നബീസയും ചേർന്ന് 3/4 അടിയോളം കുഴിച്ചപ്പോൾ ഒരു ഓട്ടുകുടം ലഭിച്ചു. ബോംബ്, കൂടോത്രം എന്നിങ്ങനെ പതിവ് സംശയങ്ങളും ഭീതിയും. പിന്നീട് ധൈര്യം സംഭരിച്ച് തുറന്നു നോക്കിയതോടെ അമ്പരപ്പ്. സ്വർണ്ണ ലോക്കറ്റുകൾ, പതക്കങ്ങൾ, മുത്തുകൾ, അറബി എഴുത്തുകൾ രേഖപ്പെടുത്തിയ വെള്ളി നാണയങ്ങൾ എന്നിവയായിരുന്നു കുടത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. തുറന്ന് ഞാൻ വയ്യത് ഇങ്ങനെ എടുത്ത് തട്ടുപോയതിന് മണ്ണടക്കം തട്ടി നോക്കുമ്പോഴത്തെ കൈൻ്റെ അകത്ത് മാലയുടെ ലോക്കറ്റ് പോലത്തെ സംഗതികൾ, നാണയങ്ങൾ അങ്ങനെയാ നാണയങ്ങൾ. പിന്നെ ഒരു കാശ് പോയാലുണ്ട് 4 എണ്ണങ്ങാറ്റിനല്ല പോലീസുകാരെ എണ്ണി. തൊഴിലാളികൾ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചു. പിന്നാലെ ശ്രീകണ്ഠാപുരം പോലീസ് എല്ലാം കസ്റ്റഡിയിലെടുത്ത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഇന്ന് വീണ്ടും ഇതേ സ്ഥലത്ത് നിന്ന് തൊഴിലാളികൾക്ക് വെള്ളി നാണയങ്ങളും സ്വർണ്ണമുത്തുകളും ലഭിച്ചു. ഇന്നലെ നമ്മളിത് വന്ന് ശ്രദ്ധിച്ചില്ല. ഇന്ന് നിങ്ങൾ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കണക്ക് വന്നിട്ട് ഒന്നും കൂടെ പരിശോധിച്ച ശേഷം നമുക്ക് മണ്ണെന്ന് മാന്തുമ്പം തെളിഞ്ഞു തിരിഞ്ഞു. തെച്ചത് മണ്ണായിരുന്നു, പക്ഷെ നമ്മൾ തേച്ച് കഴുകിയിട്ട് ഇന്ന് നിറം വെക്കുമ്പോൾ വെള്ളിയാണോ എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പാട് നമ്മളവരെ അറിയിച്ചു, പഞ്ചായത്തിൽ അറിയിച്ചു, പഞ്ചായത്തുകാരെ പോലീസിനെ അറിയിച്ചു. അവർ കൈയോടെ കൊണ്ടുപോയി. കുഴിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത കുഴിയും കൂടി കുഴിച്ചു നോക്കാം. ഏതായാലും കുറച്ച് ദിവസത്തെ പണിയുണ്ട് ഇവർക്ക്. അതുകൊണ്ട് ഇനി കുഴിയിൽ നിന്ന് കിട്ടുമെന്ന് പറയാൻ പറ്റൂല. അത്ഭുതപ്പെടുത്തുന്നുവെന്ന് സ്ഥലമുടമ താജുദ്ദീൻ. സംഭവം ഞെട്ടിപ്പിക്കുന്നതാണോ നിങ്ങളെ സംബന്ധിച്ച്? ഒരു ഞെട്ടിപ്പിക്കുന്ന തന്നെ. ഇത്രയും വർഷം പഴക്കമുള്ള സാധനമല്ലേ അത്. കാലപ്പഴക്കം, മാറ്റ്, മൂല്യം എല്ലാം കണ്ടെത്താൻ വിശദമായ പരിശോധന നടത്തുമെന്ന് പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കി. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. എന്തായാലും കണ്ണൂരിലെ ശ്രീകണ്ഠാപുരത്തെ ഈ നിധികുംഭം അത് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് പിറകെ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ പോകുന്നുമുണ്ട്. പുരാവസ്തു വകുപ്പ് വിശദമായി തന്നെ അത് പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ പഴക്കം അത് അല്ലേ. ഞാൻ ആലോചിച്ചതേ അത്രയും സ്ഥലത്ത് ആ കറക്റ്റ് അവിടെ തന്നെ കുഴിച്ചപ്പോഴാണ് ആ നിധി കിട്ടിയത്. ഇതുപോലെ എവിടെയൊക്കെ എത്രത്തോളം നിധികൾ ഉണ്ടാകും. അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ഒരുപാട് കഥകളൊക്കെ ആകെ കൃത്യമായിട്ട് അങ്ങനെ കുഴിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവിക നാട്ടിൻപുറങ്ങളിലൊക്കെ അത്തരം ചോദ്യങ്ങൾ ഉയർന്നൊരുക സ്വാഭാവികമാണ്. അപ്പോൾ എന്തായാലും അത് അവിടെ വലിയ ചർച്ചയാകുന്നുണ്ട് നമ്മുടെ കണ്ണൂരിൽ. നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് പേർ ഇപ്പോഴും ജോയുടെ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചേട്ടനൊന്നും വരുത്തല്ലേ എന്ന് പറയുന്നു. ഇന്ന് സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു, പ്രജി ഇന്ന് പകൽ ന്യൂസ് കാണാൻ പറ്റിയില്ല, ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്തായി എന്ന് ചോദിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഇന്ത്യ മുന്നണിക്കുണ്ടായി എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത. കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും ഒക്കെ വലിയ നേട്ടമുണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത്. BJP 2 സീറ്റിൽ ഒതുങ്ങി എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് പറയുക, ഇന്ത്യ സഖ്യത്തിന് കൃത്യമായി ഗുണം ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായി. മോദി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയാണെന്നാണ് KC വേണുഗോപാൽ അതേക്കുറിച്ച് പറഞ്ഞത്. ബിൻസി പറയുന്നുണ്ട് ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം ലഡ്ഡു എന്ന് പറയുന്നൊരു ഐഡിയിൽ നിന്ന് വരുന്നു, ഓൺലൈൻ ഗെയിം
എന്താണെന്ന് പറയുന്നത്. അതായത് ഓൺലൈൻ ഗെയിമിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ ഗെയിമിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ഒരു 15-കാരൻ ആത്മഹത്യ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ആത്മഹത്യയാണോ, എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ചിപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. അതിൽ അതുകൊണ്ട് കൃത്യമായി എന്താണ് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മുടെ നിയമത്തിലെ പോരായ്മയും ഇത്തരം അപകടങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട് എന്ന് പറയുന്നു റീന സതീശൻ. പിഴയും തടവ് ശിക്ഷയും കടലാസിൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റീന ചെയ്യുന്നത്. പിന്നെ ശശികുമാർ പറയുന്നു, എന്തായാലും കേരള സർക്കാർ കേന്ദ്രവുമായി ഇടപെട്ട് റെയിൽവേ അത് പൊളിച്ചു പണിയുകയോ ഒക്കെ വേണം, അത്ര നടപടി വേണമെന്നൊരു അഭിപ്രായം ശശികുമാർ മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ പറയുന്നു. പിന്നെ റെയിൽവേ ഭൂമിയിലാണ് ഈ അപകടം ഉണ്ടായത്. റെയിൽവേ നൽകിയ കരാറുകാരനും കൊണ്ടുവന്ന തൊഴിലാളിക്കാണ് ഈ അപകടം ഉണ്ടായത്. ഇതിൽ നഗരസഭയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് സച്ചിൻ എം പറയുന്നു. അങ്ങനെ പ്രേക്ഷകർക്കിടയിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സലീന ചോദിക്കുന്നുണ്ട്, ഇവിടുന്ന് എടുക്കുന്ന വേസ്റ്റുകൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അപ്പം മറ്റൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. അങ്ങനെയല്ല, ഇത് ഈ ക്ലീനിങ് ജോലികൾ തന്നെയാണ് ജോയിയും ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് പെട്ടെന്ന് വെള്ളം വരികയും വെള്ളത്തിന്റെ അളവ് കൂടുകയും അദ്ദേഹം ഇങ്ങനെ ആക്ഷേപം അപ്പോഴും ഈ പറയുന്നത് കൃത്യമായ ഇടവേളകളിൽ ആ പ്രവൃത്തി നടത്തിയെങ്കിൽ ഇത്രമാത്രം മാലിന്യം അങ്ങോട്ട് ഉണ്ടാവുമായിരുന്നില്ല, അത് നീക്കം ചെയ്യപ്പെടുമായിരുന്നു. പിന്നെ നമ്മളെപ്പോലുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്ന കാര്യം അത് വലിച്ചെറിയുക, പുറത്തേക്ക് അലക്ഷ്യമായി വലിച്ചെറിയുക. ആ മാലിന്യങ്ങളാണല്ലോ ഒഴുകി ഈ തോട്ടിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ എല്ലാവരും കുറ്റക്കാരാണ് എന്ന് പറയുന്നതാവും നല്ലത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക്, നിങ്ങളുടെ കമൻറ്റുകളിലേക്കും വരാം. ഒപ്പം ജോയിയുടെ രക്ഷാദൗത്യം തുടരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടി നമുക്ക് നോക്കാം ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ ശേഷം. യെസ്, വെൽക്കം ബാക്ക്. നമ്മൾ വാർത്തകളിലേക്ക് തന്നെ തിരികെ വരികയാണ്. അഭിജിത്ത് ചോദിക്കുന്ന പോലെ ലൈവ് വീഡിയോ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു രക്ഷാദൗത്യത്തിൻ്റെ. അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിൽ ഇപ്പോഴും ജോയിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വലിയ സംഘം ആൾക്കാർ, അവിടെ പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും അവർ അവിടെ നിലയുറപ്പിക്കുന്നുണ്ട്. മണിക്കൂറുകളായി 11 മണിക്കൂറും പിന്നിട്ട് 12-ാം മണിക്കൂറിലേക്ക് ഈ രക്ഷാദൗത്യം നീളുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകാൻ ഹരികൃഷ്ണൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഹരി, ക്ഷീണമൊന്നുമില്ലാതെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയാണ് അവിടെ ഒരു സംഘം ആളുകൾ. അതിൽ നമ്മൾ നേരത്തെ കണ്ട ഉച്ചയ്ക്ക് മുതൽ കാണുന്ന മുഖങ്ങളൊക്കെ തന്നെയുണ്ട്. മാറി മാറി വരുന്ന ആൾക്കാരും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? ഈ റോബോട്ട്സിനെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി മാലിന്യം പുറത്തേക്ക് എത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും അകത്ത് ക്യാമറ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നൈറ്റ് വിഷൻ ക്യാമറ വെച്ചുകൊണ്ടുള്ള പരിശോധന കൂടി നടത്തുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലോ. അത് നടത്തിയിട്ടുണ്ടോ? അത് കഴിഞ്ഞോ അല്ലെങ്കിൽ നടക്കാൻ പോവുകയാണോ? അങ്ങനെയെങ്കിൽ എത്രമാത്രം മാലിന്യം ഇനിയും അകത്തുണ്ട് എന്നൊക്കെ മനസ്സിലാവുമല്ലോ. പ്രജിൻ, പ്രവിത, ഇതുവരെയും ഈ പറയുന്നത് പോലെ നൈറ്റ് വിഷൻ ക്യാമറ ഉപയോഗിച്ചുള്ള റോബോട്ടിക് സാങ്കേതികവിദ്യ അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല, അതിങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഉടൻ തന്നെ എത്തും എന്നുള്ളതാണ്. അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇനി ഈ പറയുന്നത് പോലെ നേരത്തെ ഈ റെയിൽവേ സ്റ്റേഷന്റെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോൾ, അത് വൈകുന്നേരം ഈ സ്കൂബ ടീം ഇറങ്ങി 15 മീറ്റർ അതിനകത്തേക്ക് പോയി വേസ്റ്റ് മാറ്റിയതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്ക് നീങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഇരുട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ അന്ന് ഈ രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാകുകയും ചെയ്തിരുന്നു. ഉടനെ തന്നെ ഈ തരത്തിൽ ഈ നൈറ്റ് വിഷൻ ക്യാമറയുള്ള റോബോട്ടിക് സാങ്കേതിക വിദ്യ എത്തും, അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നൈറ്റ് വിഷൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ചിത്രങ്ങൾ, ഇതിലെ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലുള്ള കൂടുതൽ ചിത്രങ്ങൾ നമുക്ക് മോണിറ്റർ, അതായത് പുറത്തു നിന്നുകൊണ്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലുള്ള ഭാഗം, അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ നമ്മളോട് നേരത്തെ പറഞ്ഞത് അത് നേരെയുള്ള സ്ട്രെയിറ്റ് ഒരു വേയിലല്ല, സിക്സാഗ് രീതിയിലാണ്. അതുകൊണ്ട് അതിനിടയിൽ എവിടെയെങ്കിലും ജോയി പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയമെന്ന് പറയുന്നത്. പക്ഷേ അത് ദൂരീകരിക്കാൻ അത്തരമൊരു സംശയത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അത്തരമൊരു നിഗമനത്തിലേക്ക് എത്താൻ നമുക്ക് സാധ്യമായ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം അത് ഈ 11-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. അത് പിന്നിട്ട് വീണ്ടും നീളുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിനിടയിലുള്ള ഈ മാൻഹോൾ, അത് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ വേസ്റ്റുകളും ചെളിയും മാലിന്യവും മറ്റും നീക്കുന്ന പ്രവൃത്തികൾ അത് പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ ജനപ്രതിനിധികളും മറ്റ് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. കോർപ്പറേഷൻ ജീവനക്കാരുണ്ട്, സ്കൂബ ടീമുണ്ട്. അതായത് രാവിലെ മുതൽ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകളും ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ജോയിക്കായി ഇവിടെ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ രക്ഷാദൗത്യം രാത്രി മുഴുവനും നീളാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ ചർച്ചകളുടെ ഒടുവിൽ ഈ NDRF നേവിയുടെ സംഘത്തിനോടൊക്കെ ഇത്തരത്തിൽ ജില്ലാ കളക്ടർ ഒരു സഹായം കൂടി തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് കളക്ടർ നമ്മളോട് പറഞ്ഞത്. ഏതായാലും പക്ഷേ അവരിവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്, മാലിന്യമല അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരം എന്നുള്ളത് തന്നെയാണ്. അത് മാറ്റിയെങ്കിൽ മാത്രമേ ഈ ജോയിക്കായുള്ള തിരച്ചിൽ അത് പൂർണ്ണമാകുകയുള്ളൂ എന്നുള്ളതാണ്. ആ പ്രവൃത്തികളാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഏതാണ്ട് 250 മീറ്റർ നീളമാണ് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ അടിയിലുള്ള ആമേഴഞ്ചൻ തോടിന്റെ നീളം എന്ന് പറയുന്നത്. അത് ഉച്ചയ്ക്ക് ഈ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യം കോരി മാറ്റിയതിനു ശേഷം ഏതാണ്ട് പ്രവേശന മുഖത്തു നിന്ന് 40 മീറ്റർ അകത്തേക്ക് വന്ന് സ്കൂബ ടീം തെരഞ്ഞെടുത്തു. പക്ഷെ അപ്പോഴും ഫലമുണ്ടായില്ല. പിന്നീട് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും ഇറങ്ങി ഒരു 15 മീറ്റർ അകത്തേക്ക് പോയി. എന്നിട്ടും ജോയിയെ കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ പ്രധാനമായും ഇവർ പറയുന്ന ഒരു കാര്യം, ഇതിനിടയിൽ അതായത് ഈ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിനും ഈ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിനും ഇടയിൽ എവിടെയോ ജോയി കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അങ്ങോട്ടേക്ക് എത്താൻ, ജോയിയെ രക്ഷിക്കാൻ ഇനിയും ചെളിയും മാലിന്യങ്ങളും ചെയ്യണം. സാധാരണ ഈ മണ്ണിടിച്ചിലും ഈ കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴുമ്പോഴൊക്കെ നമ്മൾ അത്തരം ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഒക്കെ അറിയാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ട്, സെൻസറൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത്തരം പരിശോധനകൾ നടത്താനുള്ള സംവിധാനം അവിടെ ഇല്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടോ? അത് പ്രജൻ, നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വെല്ലുവിളി എന്ന് പറയുന്നത് ഇതൊരു റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ്, റെയിൽവേയുടെ ഭൂമിയാണ് എന്നുള്ളതാണ്. ഇവിടെ സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ, അതായത് കോർപ്പറേഷൻ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്കോ സ്വതന്ത്രമായി പെട്ടെന്ന് ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ്. റെയിൽവേയുടെ അനുമതി അത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ മാൻഹോൾ തുറന്ന് പരിശോധിക്കുന്നതിന് പോലും റെയിൽവേയുടെ അനുമതി ആവശ്യമാണ്. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അത് ഒരു നിഗമനത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ആയിട്ടില്ല. ഇതൊരു അപകടം, ഇത്രയും വലിയൊരു അപകടം, ഒരു അത്യാഹിതം നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിട്ട് 12 മണിക്കൂർ ആവുന്നു. ഒരു പകുതി ദിനം ഇതിനായി മാത്രം മാറുന്നു. അപ്പോൾ ആ സമയത്തും ഇപ്പോൾ ഇന്ന് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് അത് മുടക്കുന്ന രീതിയിൽ എങ്ങനെയാണ് അധികാരികൾക്ക് നിൽക്കാൻ പറ്റുക? അപ്പോൾ അതിൽ വേണ്ട വിധത്തിൽ അധികാരികൾ ഇടപെടുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണോ? അങ്ങനെ പറയാൻ കഴിയില്ല പ്രജിന. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സാങ്കേതിക പ്രശ്നങ്ങളുടെ കുരുക്ക് അത് തന്നെയാകാം ഒരു പക്ഷേ ഈ കാര്യം. അപ്പോഴും ഉയരുന്ന ചോദ്യം, പ്രധാനമായും ഉയരുന്ന ചോദ്യം പ്രജിൻ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഒരു മനുഷ്യ ജീവനേക്കാൾ വലുതാണോ ഈ സാങ്കേതിക പ്രശ്നങ്ങളുടെ കുരുക്ക് എന്നുള്ളതാണ്. അതിൽ ഈ കുരുക്കഴിയാത്തത് എന്താണെന്നുള്ളൊരു ചോദ്യം അതിങ്ങനെ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ആളുകൾ പോലും അത് പറയുന്നുമുണ്ട്. അത് എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഏകോപനമില്ല ല്ല അതിനപ്പുറത്തേക്ക് സാങ്കേതിക കുരുക്കാണ് ഇതിലെ പ്രധാന പ്രശ്നമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ റെയിൽവേയുടെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ മറ്റ് ഈ കോർപ്പറേഷൻ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് നിസ്സഹായരായി നിൽക്കുന്നതാകാം എന്നുള്ളതാണ്. പക്ഷെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇതുവരെ ഒരു തീരുമാനം, ഒരു ആലോചനയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സാധ്യമായ എല്ലാ കാര്യങ്ങളും, മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കുന്നുമുണ്ട്. പ്രജന, ഏതായാലും ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രവർത്തികൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധ്യമായ രീതിയിലെല്ലാം അധികൃതർ നടത്തുന്നുണ്ട്. അതിനിടെ ഒരു പ്രേക്ഷകന്റെ കമന്റ് ഉണ്ടായിരുന്നു, ഇത് റോബോട്ടിനെ മാറ്റി നിർത്തി മനുഷ്യൻ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ കണ്ടെത്താമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, മനുഷ്യർക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ബുദ്ധിമുട്ടുകൾ മുൻനിർത്തിയാണ് ഇപ്പോൾ റോബോട്ടിനെ തന്നെ കളത്തിലിറക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയാണ് അധികൃതർ പങ്കുവെക്കുന്നത്. നമ്മൾ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ആ ടണലിനകത്തെ അവസ്ഥ ഒരുപക്ഷെ അവിടെ ഉള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിപ്പോൾ റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ അപ്പുറമാണ്, നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ് അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാകാം അത് ഈ ശ്രമകരമായി തന്നെ തുടരുന്നത്. എന്തായാലും ഇപ്പോഴും കിണഞ്ഞു പരിശ്രമിക്കുന്നു ആൾക്കാർ എന്നത് പറയുന്നത്. അത് അവർക്ക് എന്താണ് പറയുക, അത് അവർ ആ ഒരു ഡെഡിക്കേഷൻ അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ വിഭാഗം ആൾക്കാരും അവിടെ ഉണ്ട്. നഗരസഭാ ജീവനക്കാർ, കാരണം അവരുടെ ഒരു സഹപ്രവർത്തകനെയാണ് അവർക്ക് ഇപ്പോൾ കണ്ടെത്താനുള്ളത്. അതുകൊണ്ട് തന്നെ 65ഓളം NDRF ടീമുണ്ട്, ഈ പറഞ്ഞ യുവജന സംഘടനകളുണ്ട്. എല്ലാവരും ചേർന്ന് ശ്രമിക്കുകയാണ് ജോയിയെ കണ്ടെത്താനുള്ള ആ ദൗത്യം തുടരുകയാണ്. തൽക്കാലം നമ്മൾ ഇന്ന് ഈ വാർത്ത കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. നാളെ ഗുഡ് നൈറ്റ് ഷോയിൽ പുതിയ കാഴ്ചകളും വിഭവങ്ങളും ഒപ്പം വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം.